നമസ്കാരം. 916 കുഞ്ഞൂട്ടൻ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു നോബി ചേട്ടൻ, പക്രു ചേട്ടൻ ആൻഡ് നിയ. 3 പേർക്കും നമസ്കാരം. അപ്പോൾ 916 കുഞ്ഞൂട്ടൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഒരു വെറൈറ്റി നെയിമാണ്. കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് ഈ 916 കുഞ്ഞൂട്ടൻ എന്നുള്ള പേരിന്റെ കാരണം? അത് 916 കുഞ്ഞൂട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 916 എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ എന്താണെന്ന്. കാര്യം ഈ പടത്തിന്റെ പേര് കേട്ടിട്ട് ഞാൻ മറ്റേ ഫോൺ ലോട്ടറി ഉണ്ടെന്നാ ഞാൻ 916 തന്നെ ഫസ്റ്റ് നമ്പർ ഇട്ട് കൊടുത്തു. ഞാൻ ഫോൺ ലോട്ടറി കളിക്കുമല്ലോ, ലീഗലാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കളിച്ചു. ഞാൻ 916 ഇട്ടു. എനിക്ക് പിന്നെ എത്ര രൂപ അടിച്ചു? എനിക്കൊരു 2000 രൂപ അടിച്ചു. എനിക്ക് ആദ്യത്തെ തന്നെ അത് നമ്മൾ മൂവി ചെയ്യുമ്പോഴത്തേക്കാണോ? അപ്പൊ ഈ പടത്തിൽ അഭിനയിച്ചതിന് ശേഷം ഒരു ചെറിയ നമ്പറിനോട് ഞാൻ ഇട്ടു നോക്കിയതാണ്. അപ്പൊ എനിക്ക് അതിനകത്ത് 2000 രൂപ അടിച്ചെനിക്ക്. അതുപോലെ നമ്മുടെ വിലയുള്ള സാധനമാണല്ലോ, പ്യുവറായിരിക്കും. 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ പ്യൂരിറ്റി അല്ലേ 916. അപ്പോ തങ്കപ്പെട്ടൊരു മനുഷ്യൻ കുഞ്ഞൂട്ടൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ബാക്കിയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ സിനിമ കാണണം. ഒരു ലീഡ് ചേട്ടനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്, ചേട്ടന്റെ ക്യാരക്ടറിനെ ത്രൂ ഉള്ള സ്റ്റോറി തന്നെയാണോ? ഇയാളുടെ ഒരു ജീവിതത്തിലൂടെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. പക്ഷെ എന്നാലും ഇതിനകത്ത് കുറേ കഥാപാത്രങ്ങളുണ്ട്. അവർക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ റോൾ, ഇപ്പം നോബിയുടെ ക്യാരക്ടർ ആണെങ്കിലും നിയയുടെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ മറ്റേ ടിനി, രാകേഷ് തുടങ്ങിയിട്ടുള്ളവരുടെ ഒക്കെ ക്യാരക്ടേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള അങ്ങനെ ത്രൂട്ട് ഞാൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയാളുടെ ജീവിതമാണ് ഈ സിനിമ. ഓക്കെ, നോബി ചേട്ടാ, എന്താണ് ഈ മൂവി അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ എന്താണ്? ഞാൻ അണ്ണൻ്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ്, ഫ്രണ്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വിശ്വസ്തനാണ്. അദ്ദേഹത്തിനോട് ഫുൾ ടൈം ഉണ്ടാകുന്ന നമ്മുടെ ഒരു ചെറിയൊരു ബാല്യകാലമൊക്കെ ഉള്ളൊരു സംഭവമാണ് പടത്തിൽ. ഹരി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഓക്കെ, നിയ? ശരിക്കും പറഞ്ഞാൽ ഇതിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മാളു എന്നാണ്. പക്രുചേട്ടൻ്റെ ഹീറോയിനായിട്ടാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഒന്നിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റി. ചെറുപ്പം മുതലേ ടിനിച്ചേട്ടൻ പക്രുചേട്ടൻ കോമ്പോ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇവരുടെ ഒപ്പം ചെയ്യാമെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഒരു സുപ്പീരിയർ അങ്ങനെ ഒരു സീനിയർ അങ്ങനെ ഒരു ആക്ടേഴ്സിൻ്റെ ഒരു ഇതൊന്നുമില്ല. ഭയങ്കര ജോളിയായിട്ടല്ലേ, എപ്പോഴും ഭയങ്കര കമ്പനി ആയിരുന്നല്ലോ, സപ്പോർട്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതെ അതെ അതെ. പിന്നെ ഒരു പ്രധാന വേഷത്തിൽ ഡയാന ഹമീദും വരുന്നുണ്ട് ഈ പടത്തിൽ. 2 പേരാണ് നായികമാരായിട്ട് വരുന്നത്. പിന്നെ എൻ്റെ ഫാദറായിട്ട് അഭിനയിക്കുന്നത് കോട്ടയം രമേശേട്ടനാണ്. അദ്ദേഹം എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൽ പറയാനാണെങ്കിൽ ഇവർ 2 പേരുമായിട്ടും ഒരു ത്രൂട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ഫ്രഷാണ്. പല ക്യാരക്ടേഴ്സും ഇതിനകത്തുള്ളവരൊക്കെ തന്നെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലുള്ളൊരു സിനിമ, അതെനിക്ക് തോന്നുന്ന സിനിമയിൽ നിഴലിക്കും അല്ലേ? ഇപ്പം ടിനിച്ചേട്ടന്റെ ഒരു ഗെറ്റപ്പിലാണ് നമുക്കിപ്പം ചർച്ച ഞാൻ ടിനിച്ചേട്ടൻ്റെ അടുത്ത് ലുക്കിനെയൊക്കെ വെച്ച് ചോദിക്കാൻ വേണ്ടി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കും. അങ്ങനെ നിങ്ങളെ കൊണ്ട് മിമിക്രി ചെയ്യിക്കണം, ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു, വിജയ് സേതുപതിയുടെ കൂടെയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. പക്ഷെ ടിനിയുടെ ഈ ഒരു ഗെറ്റപ്പ് വളരെ കുറച്ചേ ഉള്ളൂ. അതൊരു എന്താ പറയുന്ന ഒരു സസ്പെൻസ് ആണ്. അതെന്താണെന്ന് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. പക്ഷെ നല്ല ഇതുവരെ പുള്ളി ചെയ്തതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണത്. അതെ, നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളൊക്കെ മിമിക്രി ചെയ്യുന്ന ഫണ്ണായിട്ട് ലൈഫിനെ കാണുന്ന ആളുകളാണ്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒരുപാട് തമാശ അല്ലേ ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ വെറുതെ വായിൽ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ആളാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഒരു വൈബൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന മൊമെന്റ്സും യൂഷ്വലി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ മൂവിക്ക് വേണ്ടി യോജിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാലും അവർ ഫണ്ണായിട്ട് എടുക്കുള്ളൂ. അവരുടെ റിപ്ലൈ വരുമ്പോൾ അത് ഫുള്ള് കോമഡി ആയിട്ട് തന്നെ പോകും. റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരുവിധപ്പെട്ട തമാശക്ക് ഞങ്ങൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് കത്തില്ല വേഗം. ഇവര് ശരിക്കും നമ്മളിങ്ങനെ വണ്ടടിച്ചിരിക്കും, കിട്ടില്ല. അല്ല, സംഭവം ഇപ്പൊ വീട്ടിൽ ഷൂട്ട് ചെയ്തപ്പോൾ കല്യാണമായിരുന്നു ഷൂട്ട് ചെയ്തത്. പിന്നെ കൂട്ടുകുടുംബം ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു.
പിന്നെ അതുപോലെ നമ്മൾ അടുത്ത കവലയിൽ ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴും കവലയാണ് ഒത്തിരി ആർട്ടിസ്റ്റുകളാണ്. ഒരു ചായക്കടയൊക്കെ സെറ്റ് ഇട്ട് അപ്പോൾ ഫുള്ള് അതിനകത്ത് എപ്പോഴും ആൾക്കാരായിരിക്കും, നിറഞ്ഞു നിൽക്കും. ഇത് ഫുള്ള് ടീം. ഈ സിനിമയുടെ ലൊക്കേഷൻ കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂരെ ജനങ്ങളെ നമ്മൾ എടുത്തു പറയണം, എന്തോരം സ്നേഹമാണെന്നറിയോ. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് നോബിയൊക്കെ അന്വേഷിക്കുമ്പോൾ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും വളരെ ക്ലോസ് ആയിട്ട് അവർ കൊണ്ടുപോവുക. കായലിൻ്റെ നല്ല ലൊക്കേഷനാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനും നല്ല ആൾക്കാരും അവരുടെയൊക്കെ ഒരു വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മളൊരു ചായക്കടയുടെ സെറ്റൊക്കെ ഇട്ടു ഒരു കടവത്ത്. അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിൽ. ഒരു പയ്യൻ വന്നായിരുന്നു ലൊക്കേഷൻ ഷൂട്ട് കാണാൻ വന്നിട്ട്, ജോലിക്ക് പോയ സമയത്ത് ആരോ പറഞ്ഞു ഇവിടെ ഷൂട്ടും. സത്യം. എന്നിട്ട് ആ ജോലിക്ക് പോവാതെ നേരെ ഷൂട്ടിന് വന്ന് അവിടെ നിന്നിട്ട് ഇനി 15 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 15 ദിവസം ജോലിക്ക് പോകാതെ ചോറും കൊണ്ടുവരും ലൊക്കേഷനിലേക്ക്. ആ സത്യം. അതാണ് ഞാൻ പറഞ്ഞിടാ പോടാ ജോലിക്ക് പോടാ. ഇല്ല കേട്ടോ, നിങ്ങൾ നാളെ പോവില്ല, എൻ്റെ വിഷമമൊന്നും. അങ്ങനെയൊക്കെയാണ്. നീക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ എല്ലാവരുടെയും കൂടെ ഇത്രയും ചെയ്യുന്നതൊക്കെ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ ചെറുപ്പം മുതൽ ഇവരുടെ ഒരു കോംബോ നമ്മൾ കുറെ കേട്ടിട്ടുള്ളത് കൊണ്ട് അവരുടെ കൂടെ ചെയ്യാൻ പോകുന്ന ആ ഒരു ഇത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പബ്ലിസിറ്റിനൊക്കെ ഭയങ്കര കമ്പനി, ഭയങ്കര എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ചില സമയത്ത് 19-ാം നൂറ്റാണ്ടിൽ സിജു വിൽസന്റെ നായികയായിട്ട് അഭിനയിച്ച ആളാ. പിന്നെ ഈ പടത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? നീയെ ഇപ്പൊ ഈ പറഞ്ഞത് നീയുടെ ഒരു എളിമ. അല്ല, ഞാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറെ പടങ്ങള് തമിഴ് പടം ചെയ്യുന്നുണ്ട്, തെലുങ്ക് ചെയ്തിട്ടുണ്ട്, കുറെ നാളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് കുട്ടി. അതെ, ഇപ്പൊ കുറെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത കൂടൽ എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിക്കുന്നു. അപ്പൊ അങ്ങനെ കുറെ. അതെ അതെ, എല്ലാത്തരം ഇപ്പം നീ പറഞ്ഞു വരുമ്പോ ഒരു പുതുമുഖമായിട്ട് നമ്മുടെ കൂടെ വന്ന പോലെ വന്നപ്പോ പുതുമുഖമായി. അത്ര എളിമയൊന്നും വേണ്ട. ചേട്ടനാണെങ്കിലും ഭയങ്കര രസമാണ്, ഭയങ്കര ഫണ്ണായിരുന്നു ലൊക്കേഷനില്. ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ. സാറിന് എല്ലാ ലൊക്കേഷനിൽ പോയി കഴിയുമ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ ഇവരെല്ലാവരും ഷാജു ചേട്ടൻ, നോബി ചേട്ടൻ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം കോട്ടരമേശ് ചേട്ടനാണെങ്കിലും എല്ലാവരും ഒരു സമയത്ത് ഒന്നിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാതെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് കമ്പനിയായിട്ട് ഒരു ഫാമിലി പോലെ പോയൊരു പടം അല്ലേ? അല്ല, എല്ലാവരും പടത്തിന്റെ പ്രൊമോഷനും ഇതാണ് എല്ലാവരും പറയുന്നത്. ഏതാണ് ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഞങ്ങൾ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലല്ല, സീരിയസ്ലി എല്ലാവരും പറയും ഞങ്ങൾ ലൊക്കേഷൻ ഭയങ്കര ഫണ്ണായിരുന്നു. അത് സിനിമ ലൊക്കേഷൻ എല്ലാ രസമായിരിക്കാം. ചിലപ്പോൾ ഭയങ്കര വെയിലത്ത് ഷൂട്ടാവും. ഇതും ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ രക്ഷയില്ലാത്ത ചൂടായിരുന്നു. കായലിൻ്റെ സൈഡിലായതുകൊണ്ട് ചൂടായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞ പോലെ എന്നാലും ഞങ്ങൾ രസമായിട്ട് ആ ദിവസങ്ങളെല്ലാം തള്ളി നീക്കി. ഓക്കെ. ഇപ്പം പക്രു ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ടിനി ചേട്ടനുമായിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബോണ്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പം ഈ മൂവിയിൽ വീണ്ടും നിങ്ങൾ ഒരുമിച്ച് എപ്പോഴും കാണുന്നവരാണ്, ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വൈബ് ഡിഫറെൻ്റ് ആണോ? അല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അവൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 സിനിമകളിലൊക്കെ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമയിൽ മുഴുവനുള്ള കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ കൂടുതൽ സ്ക്രീൻ സ്പേസിൽ ഞങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമ ഇതായിരിക്കും. കുറച്ചുകൂടി കൂടുതൽ ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ അതും ഈ സിനിമയുടെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുന്ന ഒരു ക്യാരക്ടർ, അല്ലാതെ ത്രൂട്ട് ഞാനും ടിനിയും കൂടെ ഒരു പടവും അല്ല ഇത്. നല്ല രീതിയിൽ തന്നെ, കാരണം ടിനിയുടെ ക്യാരക്ടറിന് അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ടിനി പറഞ്ഞ പോലെ 2 ഗെറ്റപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു കൗതുകകരമായ കാര്യമായിരിക്കും. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളിതിനു മുമ്പ് ചെയ്ത പരിപാടികളെല്ലാം അത്യാവശ്യം തമാശയൊക്കെയാണല്ലോ. സ്റ്റേജ് കോമഡിയും ചാനലിലാണെങ്കിലും സ്കിറ്റും കാര്യങ്ങളും, പിന്നെ ജഡ്ജ് ആയിട്ട് കുറേ ചാനലുകളിൽ പ്രോഗ്രാമുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലായിരുന്നു. ഇതൊരു കഥാപാത്രമായിട്ട് 2 കഥാപാത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇച്ചിരി വേറൊരു റൂട്ടിലായിരിക്കുമല്ലോ. അത് അദ്ദേഹത്തിൻ്റെ വേഷം അദ്ദേഹം നന്നായിട്ട് ചെയ്തു. എൻ്റെ വേഷത്തിനെ പറ്റി പറയേണ്ടത് ഞാനുമില്ല. അത് പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊക്കെ തന്നെയാണ്, നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് പറയേണ്ടത്. ഓക്കെ. എനിക്ക് ഈ പറഞ്ഞ പോലെ പണ്ട് മിമിക്രി, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ മിമിക്രിയിൽ നിന്ന് നിങ്ങളിങ്ങ് വന്നു സിനിമയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ കൊച്ചുനാളിലൊക്കെ ഒരുപാട് ഈ മിമിക്രി സ്റ്റേജ് ഷോസ് ഒക്കെ TV-യിൽ CD ഇട്ട് കണ്ടിട്ടുള്ള ആളാണ്. ചെയ്തിട്ടില്ല. CD ഇട്ട് നിങ്ങളുടെ ഷോകൾ കഴിവുള്ളവരുടെ കണ്ടിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ ചെയ്യത്തില്ല. ഓക്കെ. അപ്പം ഞങ്ങളെ കണ്ടിട്ട് ദേഷ്യമുണ്ടോ ഞങ്ങളോട്?
ഇല്ല ഇല്ല ഇല്ല, അത് നമ്മുടെ ചൈൽഡ്ഹുഡ് ഒക്കെ ബ്യൂട്ടിഫുൾ ആക്കിയ ആൾക്കാരിൽ ഉള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ അങ്ങനെയുള്ളവരുടെ അടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ പണ്ട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ പണി കിട്ടിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അല്ല, നമ്മൾ കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് വരും, പിന്നെ അവിടെ നിന്ന് നമ്മൾ ബാക്ക് ടു ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഷോ ചെയ്യുമ്പോൾ, സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ. സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഡയലോഗ് തെറ്റിയാൽ കട്ട് ചെയ്തെടുക്കാം, സ്റ്റേജിൽ അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തെറ്റാതെ ചെയ്ത് തമാശല്ല. അപ്പൊ അത്ര റിഹേഴ്സലൊക്കെ ആയിരിക്കും കയറുന്നത്. അപ്പൊ അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ നമുക്ക് ചിലപ്പോൾ സൗണ്ട്സിന്റെ പ്രോബ്ലം വരാറുണ്ട്, ചിലപ്പോൾ ഇലക്ട്രിസിറ്റി കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ചേട്ടനെ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇപ്പം ഓഡിയൻസ് അറിയാതെ ഹാൻഡിൽ ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടോ? പിന്നെ ഞങ്ങൾ തന്നെ ചിരിച്ചു പോയിട്ടുണ്ട്. എന്റെ ചില സാധനങ്ങൾ പ്രതീക്ഷിക്കാതെ കേട്ടിട്ട് എനിക്ക് ചിരി പിടിച്ച് നിർത്താൻ പറ്റൂല, പൊട്ടിച്ചിരിച്ചിട്ട് ഓടിക്കളയൊക്കെ ചെയ്യും നമ്മളവിടെ നിർത്തിയിട്ട്. കാരണം നമ്മൾ ചുമ്മാ കളിച്ചു പോകുമ്പോൾ അറിയാതെ വായി വരുന്നൊക്കെ പറയും ആ സമയത്ത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയി ഒരുപാട് ഓടിയ ഒരു ഐറ്റം ഉണ്ട് ഞങ്ങളുടെ പാണ്ഡവരായിട്ട് വരുന്നത്. അതായത് ഈ മറ്റേ ബെയറിങ് പിടിപ്പിച്ച വണ്ടിയിൽ എൻ്റെ ഇൻട്രോ ഇങ്ങനെ നീങ്ങി വരണം, അതിലിങ്ങനെ നിരങ്ങിയാണ് വരേണ്ടത്. അപ്പോൾ എല്ലാ സ്റ്റേജിലും നമ്മൾ സ്ഥിരമായിട്ട് ഒരാളുണ്ട്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തള്ളി വിടണം. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഇതിൽ, എനിക്ക് നീന്താനായിട്ട്. ആ തള്ളലിൽ നമ്മളിങ്ങ് പോരുവാണല്ലോ, ആ ഒരു ഫോഴ്സിൽ വരണം. അപ്പോൾ 10-20 സ്റ്റേജുണ്ട് ഗൾഫിൽ. 15 സ്റ്റേജിലും ഒരുത്തൻ തള്ളാനുണ്ടായിരുന്നു. ആരോ ഒരാളെ സ്ഥിരമായിട്ട് ആ ഒരു ഇതുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ സമയമായപ്പോഴത്തേക്ക് ഇവനെന്തോ തിരക്ക് വന്നിട്ട് ഇവന് വേറെ പണിയായിട്ട് പോയി. തൊട്ടടുത്ത് നിന്ന് ഒരാളോട് പറഞ്ഞു, ഒന്ന് ചെറുതായിട്ടും തള്ളി കൊടുത്തേക്കണേ, പുള്ളി പൊക്കോളൂ എന്ന് പറഞ്ഞു. സമയമായി, ഞാൻ കയറേണ്ട ടൈമായപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നോക്കി തള്ളിക്കോളാം. ഇവൻ എന്നെ ഒരു തള്ളു തുമ്പേന്ന് റോക്കറ്റ് വിക്ഷേപിച്ച പോലെ ഈ സാധനം പാഞ്ഞു വരുക. അപ്പൊ സ്റ്റേജിൽ നിന്ന് നോക്കുന്ന കാണുന്ന ആരൊക്കെയാണെന്നറിയോ? മണിച്ചേട്ടൻ, ജയറാമേട്ടൻ, ബിജു മേനോൻ ചേട്ടൻ, ഇവരെ നാദഷിക്ക, ഇവരെല്ലാം ഉണ്ട്. എന്റെ വരവ് കണ്ടിട്ട് ബിജുചേട്ടൻ ചിരിച്ചോണ്ട് ഓടി സ്റ്റേജിൽ രാജാവായിട്ട് അവർ നിൽക്കുന്നത്. സ്റ്റേജ് കഴിഞ്ഞ് ഞാൻ പോകുന്നു, എനിക്ക് മനസ്സിലായി ഓഡിയൻസിലേക്കാ പോക്ക്. കറക്റ്റ് ആ സ്പീക്കർ ഇരിക്കുന്ന ആ ഭാഗമില്ലേ, അവിടെ എത്തിയപ്പോൾ ഞാൻ ചാടി. അതേന്ന് ചാടിയിട്ട് എണീറ്റിരിക്കാൻ പറ്റില്ലല്ലോ, റോൾ ചെയ്ത് 3ആയിട്ട് മറിഞ്ഞു ഇങ്ങനെ കറങ്ങുക കിടന്ന്. വണ്ടി ഓഡിയൻസിലേക്ക് പോയി, വണ്ടി പോയി അങ്ങ്. എന്നിട്ട് അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, അതേ പിടിച്ചാ ഞാൻ നിന്ന്. ഇത് പിന്നെ ഇവര് പറഞ്ഞ് കഥയാക്കി വേറെ വഴി. ദിലീപേട്ടൻ നോക്കിയല്ലേ, പറയേണ്ട കാര്യമില്ലല്ലോ, ലൈറ്റ് പിടിച്ചിട്ട് അതുമായിട്ട് ഞാൻ മൽപ്പിടുത്തം പിടിച്ചത്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റേജിൽ. ഇത് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു അതാണ്. അതെ, കാരണം എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആത്മരക്ഷയായിരുന്നു കാര്യം. പക്ഷെ ഇതെല്ലാവർക്കും ചിരിയായിരുന്നു. കാരണം ഓഡിയൻസ് വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ. എനിക്കതല്ലല്ലോ, നമ്മളെ ജീവൻ രക്ഷിക്കണ്ടേ. ബ്രേക്ക് പോയൊരു വണ്ടിയിലിരിക്കുന്ന ഡ്രൈവറുടെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും ആ ഒരു കാലഘട്ടമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ആ സ്റ്റേജ് ഷോ ദിലീപേട്ടൻ, മണിച്ചേട്ടനൊക്കെ ആയിട്ട് പോകുന്നത്? തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ടോ. പക്ഷെ അതൊരു കാലഘട്ടമല്ലേ, കാലം മാറുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഇന്റർവ്യൂകളൊക്കെ ഇരുന്ന് അന്ന് നടന്ന ഇതുപോലുള്ള അതെങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങളായി മാറി. അത്രയുള്ളൂ. കോമഡി ഷോ തന്നെ കുറഞ്ഞല്ലോ, മൊത്തത്തിൽ ഷോസ് മാറിയിട്ട് ഇപ്പം DJയും ഗാനമേളയും ബഹളമായിട്ട് ഒരു സൈഡിൽ കിടന്നു. ചേട്ടന് ഇതുപോലത്തെ ഒന്നുമില്ല? ചേട്ടന്റെ ചെറിയ വണ്ടി പോയിട്ട് ബ്രേക്ക് അങ്ങനല്ല, എന്തെങ്കിലും സ്റ്റേഷനിൽ വണ്ടിയിൽ ബ്രേക്ക് ഇട്ടാത്ത ഞാൻ, അതായത് അല്ല, അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ, അത് സ്റ്റേജിലല്ല കേട്ടോ. അപ്പോൾ ഈ ബൈക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഏത് വണ്ടി കണ്ടല്ലോ ഇത് ഓടിക്കാൻ പറ്റും എന്ന് നമ്മുടെ ഉള്ളിൽ പറയും. അതായത് ഞാൻ പഠിച്ചൊരു വണ്ടിയിൽ, ഞാൻ പഠിച്ച ചേതക്കിലാണ് പഠിച്ചെന്ന് പറഞ്ഞാൽ ഓടിച്ച് കയ്യിൽ വെച്ച് തരും. അപ്പം ഇതുപോലെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഏത് ബൈക്ക് കണ്ടാലും ഇതെനിക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ, ഇത് തോന്നും നമ്മുടെ ഉള്ളിൽ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വലിയ പുള്ളി ഹെഡ് മാസ്റ്ററാണ്. ഈ ഹെഡ് മാസ്റ്റർമാർ യൂസ് ചെയ്യുന്നൊരു ബൈക്കുണ്ട്, ഈ ഹീറോ ഹോണ്ടയുടെ പഴയൊരു വണ്ടിയാണ്.
സ്പ്ലെൻഡർ ഇറങ്ങുന്നതിന് മുമ്പുള്ളൊരു വണ്ടിയാണ്. ഹെഡ് മാസ്റ്റർ സാറുമാർ വില്ലേജ് ഓഫീസർമാരെ യൂസ് ചെയ്തിട്ട് പുതിയ വണ്ടി, ചുവപ്പ് തിളങ്ങുന്ന വണ്ടി അങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് പുള്ളി. അപ്പോൾ ഇവൻ വെച്ചിട്ട് പോയപ്പോൾ ഞാൻ ഇതെനിക്ക് ഓട്ടിക്കാൻ പറ്റുമല്ലടാ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ നല്ല എക്സ്പെർട്ട് ഡ്രൈവറാണ്, അവൻ എന്നെക്കാളി ഇളയതും കൂടെയാണ്. അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ അവൻ്റെ മൂത്തതല്ല, അപ്പം എനിക്ക് നന്നായിട്ട് ഓട്ടിക്കാൻ അറിയാം. ഇവഞ്ഞ് തന്നു. അപ്പോൾ ഈ ഞാൻ പഠിച്ചത് ഈ ബജാജ് ഈ വെസ്പ സ്കൂട്ടറിലാണ്. അപ്പോൾ ആ സ്കൂട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ഫസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ആക്സിലേറ്റർ ഇച്ചിരി കട്ടിയാണ്, ഇങ്ങനെ കൊടുത്താലേ വണ്ടി മൂവ് ചെയ്ത് പഠിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് ആക്സിലേറ്റർ ഇച്ചിരി ടൈറ്റ് ആക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കൂലല്ലോ, പതുക്കെ ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ മൂവ് ചെയ്ത് വീണ്ടും അടുത്ത ഗിയറിട്ട് ഒരു ടൈറ്റ് ഉണ്ട് ആക്സിലേറ്ററിന്. ഈ ഹീറോ ഹോണ്ട അവർ സ്ഥിരമായിട്ട് ഓടിച്ച് പണിഞ്ഞ് വെച്ചേക്കുന്നത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ 90-ലാവും. ഞാൻ അതിപ്പോൾ മറ്റേ ഗിയർ ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ നമുക്കറിയാം ഹീറോ ഹോണ്ട, നമ്മൾ ചോദിച്ചു വയ്ക്കും ഇതിൻ്റെ ഗിയർ എങ്ങോട്ടാണ്, ഫസ്റ്റ് ഇങ്ങനെ മേളിലോട്ട് അതുപോലെ ഫസ്റ്റ് ഇട്ട് ഞാൻ അതേ ആക്സിലേറ്റർ പോലെ പൊക്കി ഒരൊറ്റ പൊങ്ങക്കം ഇടിച്ച് മതിലിടിച്ച് ഫ്രണ്ടും പോയി ഗ്ലാസും ഹെഡ്ലൈറ്റും എല്ലാം പോയിട്ട് നിന്ന് നിപ്പ്. എൻ്റെ അപ്പൻ ടാപ്പിംഗ് തൊഴിലാളിയാണ്, ഒരു മാസത്തെ ശമ്പളം 250 രൂപയുണ്ട് ഒരു മാസത്തെ അന്ന്. അപ്പോൾ ആലോചിക്കണം ഇത് പണിഞ്ഞു കൊടുക്കണം, എനിക്ക് വേറെ ജോലിയില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസ്ഥ ഒന്ന് കൊടുത്തതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയിൽ കയറി ഇരുന്നാൽ ആക്സിലേറ്റർ ഞങ്ങളെ കാര്യം കൊടുക്കണം, കൊടുക്കൂല. എന്നിട്ട് ആ ബ്രേക്ക് ലൈറ്റ് ഉണ്ടല്ലോ, ബാക്ക് ലൈറ്റ് എല്ലാം പൊട്ടി ഇടിച്ച് കറങ്ങി കറങ്ങുന്ന ബൈക്ക് ഞാൻ വിട്ട് വെളിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് വണ്ടി കറങ്ങി പഴയ പൈപ്പില്ലേ സൈഡിൽ മറ്റേ ഇതിൻ്റെ കുഴൽക്കിണർ അതിനകത്തൊക്കെ ഇടിച്ചിട്ട് ഇത് ബാക്കിൻ്റെ ബ്രേക്ക് ലൈറ്റൊക്കെ ഇടിച്ച് പൊട്ടി. എൻ്റെ മുട്ട് ബ്രേക്ക് ലൈറ്റ് പോലെ കത്തിയിരിക്കുന്നു, ചുമപ്പ് 2 മുട്ടും പേടിച്ചിട്ട്. പിന്നെ അത് ഞാൻ എൻ്റെ അമ്മേടെയൊക്കെ കാല് പിടിച്ചിട്ട് എൻ്റെ അമ്മ നീ ഇറങ്ങി നിന്നിട്ട് ആ പയ്യനോട് പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കുള്ളൂ, ബെസ്പയാണെന്ന് ഓർത്തത്. അല്ല ഞാന് എന്നിട്ട് എന്താ ഒരു ഇതുകൊണ്ട് ഞാൻ എന്നിട്ട് പറയാന്നാണ് ഇത് ലൂസായിരുന്നു ആക്സിലേറ്റർ. അതാ പറഞ്ഞത് ബെസ്പയുടെ എങ്ങനെയല്ലേ ടൈറ്റ് ആക്കണമായിരുന്നു. തൊട്ടടുത്ത് ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്, ഈ സൗണ്ട് കേട്ടോ എല്ലാവരും ഇറങ്ങി. ഇല്ല കോഴിയെ തുറന്നു വിട്ടോല്ല, ഒരു ഗ്രാമം വന്ന് നിൽക്കുകയാണ്. ഇത് എന്നെ അറിയുകയും ചെയ്യാം തൊട്ടടുത്തുള്ള. വണ്ടിക്കാരെ രണ്ടെണ്ണം കിട്ടി. ഇനി ബൈക്ക് ഓടിക്കുമോ? ബൈക്ക് ഓടിക്കട്ടെ, നീ ബൈക്ക് ഓടിക്കും ഇപ്പൊ? നീയൊക്കെ ഉണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും മെമ്മറബിൾ സ്റ്റോറീസ്? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ചെറുപ്പം മുതലേ വണ്ടി ഓടിക്കാൻ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഒരു ബസ്സിൽ കയറിയാലും ജീപ്പിൽ കയറിയാലൊക്കെ വണ്ടി ഓടിക്കുന്ന ആളെ തന്നെ ശ്രദ്ധിച്ചിരിക്കും. പക്ഷെ നമ്മുടെ ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാ വണ്ടിയും ഓടിക്കാൻ നല്ല ഡ്രൈവറാ, നല്ല ഡ്രൈവറാ. പുള്ളിക്കാരി ഓടിച്ച വണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പേർട്ട് ഡ്രൈവറാ. ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിംഗ്, ഭയങ്കര പാഷനാണ്. പിന്നെ ലോങ് എവിടെയെങ്കിലും ഷൂട്ടൊക്കെ ഉണ്ടെങ്കിലും ബൈ റോഡ് അങ്ങനെ പോകാൻ നോക്കും മാക്സിമം. ലോങ് ഡ്രൈവ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ 916 കുഞ്ഞൂട്ടൻ ആക്ച്വലി എന്താണ്, എങ്ങനെ പോകുന്ന ഒരു കഥയാണെന്ന് പറഞ്ഞില്ല നമ്മള്. കഥ പറയാൻ പറ്റുമോ നമുക്ക്? അല്ല കഥയല്ല, ക്ലൈമാക്സ് പറഞ്ഞു എന്തിനാണ് സിനിമ പിടിച്ചാന്നല്ല, സിനിമ ആസ് എ ഹോൾ എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ. ഹോൾ ഒന്നുമില്ല ഇതിന് നമുക്ക് അതേപ്പറ്റി അങ്ങനെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാ ഇൻ്റർവ്യൂവിലും ഇപ്പം ഇരുന്നിട്ട് പ്രൊമോഷൻ പരിപാടികളിൽ ഞങ്ങളൊക്കെ ഇരുന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയിലെ ഈ കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച നടന്മാർ തന്നെ. കാരണം ഒരു 10-30ഓളം ആർട്ടിസ്റ്റുകൾ പല പല സീനുകളിൽ വരുന്ന, എന്നാൽ അവരൊന്നും ആർട്ടിസ്റ്റുകളായിട്ടല്ല വരുന്നത്, ഒക്കെ കഥാപാത്രമായിട്ട് വരുന്ന ഒരു സംഭവത്തിലുണ്ട്. അത്യാവശ്യം നല്ല 2 പാട്ടുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെ അധികം കണ്ട ലൊക്കേഷനല്ല, ഫ്രഷായിട്ട് ഇതിനു വേണ്ടി തന്നെ കണ്ടുപിടിച്ച് നമ്മൾ സെറ്റൊക്കെ ഇട്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ പറയാനാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഈ പ്രത്യേകതകളൊക്കെ നോക്കിയില്ല നമ്മളിരുന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യമില്ലല്ലോ. നമ്മുടെ പ്രേക്ഷകരാണ്, ഓഡിയൻസ് വന്നാൽ അവർ കണ്ട് വിലയിരുത്തട്ടെ എന്നുള്ളതാണ്. പിന്നെ അവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനുവേണ്ടി വന്ന് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ വലുതാണ് ആ ഒരു കാര്യത്തിൽ.
ഞാൻ ആക്ച്വലി ഇവിടെ ടിനി ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ടിനി ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു തന്നിരുന്ന ഗസ്റ്റ് ലിസ്റ്റില്. അപ്പൊ നിങ്ങൾ 3 പേരെയും കൂടെ ഞാൻ മറ്റേ ഓരോ ചോദ്യം ചോദിക്കുക പുള്ളി എന്തെങ്കിലും പറയാൻ വേണ്ടി. അപ്പൊ ഞങ്ങളൂടെ അതിന്റെ കൂടെ ശരിക്കും ടിനി ചേട്ടന്റെ ആ ഒരു സംഭവം ഇപ്പൊ ഇന്നലത്തെ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെ അതെ. ആ അതിനെ പറ്റിട്ട് എന്തെങ്കിലും നിങ്ങൾ ആ അറിഞ്ഞായിരുന്നു? സമയത്ത് ഞങ്ങൾ കൂടെ ഇല്ല. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഭൂമിയിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പുള്ളി വന്നോണ്ട് ശനിയിലെത്തിയെന്ന് പറയുന്നുണ്ട്. ഉച്ച കഴിയുമ്പോ ലാൻഡ് ചെയ്യും മറ്റേ. അതല്ല, സുനിത വില്യംസ് ഇങ്ങോട്ട് പോകുന്നല്ലോ. പോയിട്ടുണ്ട്. നിങ്ങൾ ആക്ച്വലി ഈ ഏറി കയറുന്ന സീൻസിനെയൊക്കെ തമ്മിലുള്ള ഡിസ്കഷൻസ് എങ്ങനെ ടാറ്റ പറയും പരസ്പരം. അപ്പൊ എങ്ങനെ ട്രിപ്പ് ഉണ്ടായിരുന്നു എങ്ങനെയാ അപ്പൊ എങ്ങനെയാ പോവല്ലേ നമ്മള്? നിങ്ങൾക്ക് പേഴ്സണൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഇല്ലേ. ആ എങ്ങനെയാ എന്റെ ഒരു അല്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുവോ ഞാൻ എയറിലായി അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഫോൺ എടുക്കുമ്പോൾ ആരെ കേരളാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് എങ്ങോട്ടാണ് പോണെന്നത് ഓരോ അത് വിത്തിൻ സെക്കൻഡാണ്. ഒരാൾ മേളിൽ കയറി കണ്ടിട്ട് താഴോട്ട് നോക്കുമ്പോൾ അതിനേക്കാളും മേളിൽ വേറെ ആൾ നിൽക്കുകയായിരിക്കും. ഇന്നത്തെ കാലഘട്ടം എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വരും ഓരോരുത്തര്. അപ്പം വേറെ ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ ഒന്ന് എയറിലൊക്കെ പോകും. എന്നാൽ ഇവൻ പറയാ നിങ്ങളുടെ കൂട്ടുകാരൻ മാറി തന്നിട്ടുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞു പുള്ളി എടുത്ത് ചന്ദ്രന് താമസിക്കാൻ പറ, ഇങ്ങോട്ട് മാറണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ സിനിമയില് വേഷമൊക്കെ മാറി പെട്ടെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ഒരു ഫിഗർ പിടിച്ചേ. കണ്ടല്ലോ ഇപ്പൊ മലയാള സിനിമ വലിയ വലിയ സിനിമകളാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു കൊച്ചുപടം, കുഞ്ഞു പടം, ചെറിയ 916 കുഞ്ഞ് ഉട്ടൻ. പക്ഷെ എനിക്ക് അത് ഇത് വലിയ പടം കേട്ടോ. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ഈ തമാശയായിട്ട് എടുക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ സീരിയസ് സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഹാൻഡിൽ ചെയ്യുന്നത്? എപ്പോഴും എല്ലാം തമാശയായിട്ട് നമുക്ക് പറ്റും? ആര് പറഞ്ഞു? ഞങ്ങളെല്ലാം സീരിയസ് ആണ്. സീരിയസ് ആണ്. പിന്നെ സത്യം ഒറ്റ ഞങ്ങളെ ഇപ്പൊ സീരിയസ് ആണ്. ഇപ്പൊ ഈ ചിരിച്ചിരിക്കുന്ന കുട്ടി പേടിച്ചു പോയി. ഞാനത് സീരിയസ് ആയി കഴിഞ്ഞു. അതെനിക്ക് അറിയാം. ഭയങ്കര സീരിയസ് ആയി. ചേട്ടൻ ഭയങ്കര മെച്ചൂരിറ്റി ഉള്ള ഒരു ഫാദറാണ്, ഒരു ഗൃഹനാഥനാണ്, ഒരു കുടുംബനാഥനാണ്. ഒരു ലോകം തന്നെ എന്റെ കീഴിലുണ്ട്. അല്ല വേറൊരു സംഭവം ബക്രു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഘടനയുണ്ട്. എന്ന് പറയുന്ന സംഘടനയുടെ ട്രഷറാണ്. അപ്പൊ ഞങ്ങള് പുള്ളി ആയിരുന്നു ആ സമയം. അല്ലെ നമ്മളെ അപ്പൊ അതുകൊണ്ട് നമ്മള് പുള്ളിയുടെ ആ ഒരു ബഹുമാനത്തിൽ കാര്യം നമ്മളെ പൈസ സേഫായിട്ടിരിക്കണം. സീരിയസ് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ല അത്രയും വലിയ സംഘടനയുടെ ഈ ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്ന രീതിയിലൊന്നും ആലോചിക്കണം. അപ്പൊ പുള്ളിയുടെ അത്ര സീരിയസ് ആയിരിക്കും പുള്ളി. അല്ലല്ല നമ്മളെല്ലാരും സീരിയസ് ആൾക്കാരാണ്. തമാശ സാഹചര്യം വരുമ്പോൾ നമ്മളത് തമാശ എല്ലാം ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്താ? നിങ്ങൾ ഇതുപോലെ കൂട്ടുകാരൊക്കെ ഇരുന്ന് തമാശകൾ പറയും. സത്യം ഞങ്ങൾ അതിനുവേണ്ടി ചില സമയത്ത് നമ്മൾ അതിനുവേണ്ടി മെനക്കെടും. കാരണം പലയിടത്തും ഒരുപാട് കഥാപാത്രങ്ങളെയൊക്കെ കാണുകയും പ്രത്യേകിച്ച് നോബി ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് നമ്മൾ ശരിക്കും. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒന്നിച്ചിപ്പം പല സ്ഥലത്തും പോയാൽ ഇപ്പൊ കൊടുങ്ങല്ലൂര് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്, നല്ല കറികൾ കിട്ടുന്ന സ്ഥലം, അതുപോലെ നല്ല കുക്കുള്ള ചേച്ചിമാരാരൊക്കെയാ അവരെ അതെല്ലാം എന്നുവെച്ചാൽ അത്രയും ഒരു എന്താ പറയുന്നത് ജനകീയനായിട്ട്. ലൊക്കേഷനിൽ ചെന്നാലും നോവി അങ്ങനെ നടനായിട്ടില്ല, അവിടെയൊക്കെ എങ്ങനെ നടക്കും. കൂട്ടുകാരും ഇഷ്ടംപോലെ അവിടെ ഇപ്പൊ അവിടെ ബന്ധങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്. അതല്ല സൗഹൃദ ബന്ധങ്ങൾ. പിന്നെ ഞാനായിരിക്കുമല്ലോ കൂടുതലും പണി. ഞാൻ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ വർക്കുകൾ വരുമ്പോൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഓരോരുത്തർക്കും പോയിട്ട് ഫുഡ് കഴിച്ച കാര്യം, തമാശകൾ, ഓരോ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ട് അവിടെ വന്ന് നിന്ന് പറയുന്നതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഭയങ്കര ചിരി മുഹൂർത്തങ്ങളൊക്കെ. അത് നല്ലൊരു നേരമ്പോക്കാണത്. അത് കറക്റ്റായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. അല്ല നമ്മള് ഈ ഒരു കൂട്ടുകുടുംബം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ
പലരും പല സൈഡിലോട്ട് അപ്പം ക്യാരവാൻ ബാക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ടൊന്നും ആരും പോക്കില്ല. അപ്പം എവിടെ നിന്ന് ഇപ്പോൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്തിരുന്ന് പക്രുചേട്ടനെ ഇടയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കും ക്യാരവാനകത്ത് ഉറങ്ങിയായിരിക്കും ശല്യപ്പെടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പോഴായിരിക്കും ആ വീട്ടിലെ പിന്നെ ചേട്ടൻ അമ്മയായിട്ട് അഭിനയിച്ച, സഹോദരിയായിട്ട് അഭിനയിച്ച, അയൽവക്കക്കാരായിട്ട് അഭിനയിച്ച എല്ലാവരും ഇടയിരുന്ന് ഇങ്ങനെ കഥകളെല്ലാം പറഞ്ഞ് പിന്നെ ഓരോല്ലാം വകുപ്പ് മാറ്റിയിട്ട് വേണം അന്ന് കാണാം. എന്നാൽ ഓക്കെ ഇതെല്ലാം മാറ്റിയിട്ട് മറ്റേ പടമില്ലേ സലീം കുമാർ കൈ നോക്കായിരിക്കില്ല, അതുപോലെ അവിടെ ഇരിക്കും ഇതുപോലൊരു കസേരയില്. പിന്നെ അപ്പൊ പക്രുചേട്ടന്റെ ചുറ്റും പിന്നെ പിള്ളേരും ഉണ്ട്. അല്ല, ഒരു ദിവസം ഞാൻ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ഒരു കാവി ഷർട്ടിട്ടാ വന്നേരം ഇദ്ദേഹം വലുത് സ്വാമിജി കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാമായിരുന്നു. അതായത് പിള്ളേർ ഉൾപ്പെടെ പക്രുചേട്ടന് ചുറ്റും ഇരുന്നിട്ട് പക്രുചേട്ടൻ അവരെ പറഞ്ഞു കേൾക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയായിരുന്നു അവരുടെ ക്യൂരിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു പക്രുചേട്ടനെ കാണുമ്പോൾ? എന്നെ കാണുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ അല്ല അങ്ങനല്ല, ഇപ്പം ഇത്രയും കൂടിയിരുന്ന ആൾക്കാർ ഒന്നുമില്ല, അവിടെ നിന്നിട്ട് ഇതിനകത്തുള്ള രസാവഹമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സിനിമ ചെയ്യാൻ പോകുമ്പോൾ നമുക്കല്ലാത്ത സമയം കിട്ടുമ്പം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാരും ഒന്നിച്ചിരുന്ന് ചിരിച്ചത് കളിച്ചു കുറെ പുതിയ ആൾക്കാരുണ്ട്. നമ്മളവിടെ പോയിരിക്കും. അപ്പൊ അവര് ഭയങ്കരമായിട്ട് നമ്മളവരെ പുതിയതായിട്ട് വന്നെന്ന് പറഞ്ഞ് നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ചിലര് പേടിച്ച് വരില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മളൊക്കെ പണ്ട് ലൊക്കേഷൻ പോയ സമയത്ത് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനൊക്കെ പേടിയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പം എല്ലാവരും ആയിട്ട്. പണ്ടൊരു സിനിമ എന്ന് പറഞ്ഞാൽ കാണാൻ ഭയങ്കര പ്രയാസമായിരുന്നു പണ്ട്, ഇല്ലേ? കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കൊരു മലയാള സിനിമയിലൊരു താരത്തിനെ കാണാൻ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ യാദൃശ്യമായിട്ട് ചിലപ്പോൾ എയർപോർട്ടിലെല്ലാം വെച്ച്, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ, ചിലപ്പോൾ ട്രെയിനിൽ വെച്ച്, ചിലപ്പോൾ കാറിൽ പാസ് ചെയ്ത് പോകുമ്പോഴായിരിക്കും നമ്മളൊരു നടനെയോ നടിയോ കാണുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഒരു സിനിമ ഇറങ്ങിയാൽ വീട്ടിൽ ചെന്ന് വിളിക്കണം നമ്മളെ സിനിമ. അല്ല, അത്ര ജനകീയമായല്ലോ ആൾക്കാർ, ആർട്ടിസ്റ്റുകളായാൽ പോലും. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നേ നിങ്ങളൊക്കെ വേറെ യൂണിവേഴ്സിൽ ഉള്ള ആളുകളാണ്, നമുക്കൊന്നും ഒരിക്കലും കാണാൻ പറ്റത്തില്ല എന്ന് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഞങ്ങളും അങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് വിചാരിച്ചു. അതിൽ തന്നെ നിൽക്കുവാണോ? അല്ല, ഇപ്പം പതിന്ന് മാറി ഇപ്പൊ മനസ്സിലായല്ലോ നമ്മൾ അങ്ങനെയൊന്നും. ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തെ വല്ല അന്യഗ്രഹ ജീവിതം നമ്മള് വേറെ സ്ഥലത്തുള്ളത് ചൊവ്വയെന്ന് പൊട്ടി വേണം. അല്ല, ആദ്യം കണ്ടപ്പോ ഒരു എക്സ്പ്രഷൻ എനിക്ക് തോന്നിയത് ഒരിക്കലും ഇല്ല. അല്ല, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു തോട്ട് ഉണ്ടായിരുന്നല്ലോ, ഇതൊരു പാരലൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലമാണ് അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിലാണ് ഇവരൊക്കെ താമസിക്കുന്നതെന്ന് വിചാരിച്ചെടുത്തുനിന്ന് അവിടെ ചെന്ന് നിന്ന് നിങ്ങൾ അതിനെ പക്രുചേട്ടൻ പണ്ട് തൊട്ടേ മൂവിയിൽ ആക്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പം നോബിചേട്ടന് കുറച്ച് വർഷമായി, എന്നാൽ പോലും ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഉള്ളൊരു മാറ്റം എങ്ങനെ തോന്നുന്നു? എനിക്ക് പണ്ടേ സിനിമയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും കാണാൻ പോണ ആളായിരുന്നു. എൻ്റെ വീട്ടിനടുത്താണ് തുളസിദാസ് സാറ്, രാജശേഖരൻ സാറൊക്കെ. ഇവരെ പടങ്ങളൊക്കെ അവിടെ ഷൂട്ടിന് വരും. ഇതെല്ലാം ഞാൻ വിടാതെ സ്കൂളും കട്ട് ചെയ്ത്, സ്കൂളിൽ പോകാറില്ല എന്നാലും സ്കൂളിൻ്റെ ഫ്രണ്ട് വഴി കട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോയിട്ട് എല്ലാ ഷൂട്ടിങ് കാണും, മിക്ക പടങ്ങളും. അന്നേ എന്നിട്ട് അന്നത്തെ കാറുകളൊക്കെ ഞാൻ എൻ്റെ ഡയറിയിലൊക്കെ ജയറാംപേട്ടൻ്റെ കാറിൻ്റെ നമ്പർ, സകലമാന പ്രൊഡക്ഷൻ വണ്ടി പോലും ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇവർ വന്ന വണ്ടി എന്ന് പറയാം. അങ്ങനെ ഇതെല്ലാം കാണാൻ പോകുന്നതാണ്. റിസർച്ച് ആയിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ 10ാം ക്ലാസ് എഴുതാൻ മറന്നുപോയി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരു വിദ്യാഭ്യാസവും വേണ്ടാത്ത മേഖലയിലേക്ക് തന്നെ അദ്ദേഹം എത്തിപ്പെടുമെന്നും സ്കോർ ചെയ്യുമെന്നും അറിയാവുന്ന ചിന്ത, അതായത് അത്രയും ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. ഐസക് ന്യൂട്ടൺ കഴിഞ്ഞാൽ പിന്നെ ഇലുമിനാറ്റിയിലേക്കൊന്നും അവിടെ വരെ പുള്ളി വന്നിട്ടില്ല. ഇലുമിനാറ്റി വരും ഇടയ്ക്ക്. ഈ പറഞ്ഞില്ലേ എന്താ പറയുന്നത്, ബൈക്കിൽ പോയിട്ട് അതുപോലെയുള്ള സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ ഇലുമിനാറ്റി. ശരിക്കും ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, ഒരിക്കലും സിനിമയൊക്കെ ഏത് ബൈക്ക് തെറിച്ചു പോകും. ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ ഞാൻ ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഷൂട്ടിംഗ് കാണാൻ പോകുന്ന പറഞ്ഞാൽ അത് പണ്ടെല്ലാവരും ആഗ്രഹം. ഒരു ഷൂട്ടിംഗ് പറയുമ്പോൾ അത് ഇപ്പോഴായാലും നമ്മൾ എവിടെയും ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ആൾക്കാർ ഒന്ന് കാണുമല്ലോ. പണ്ട് അടുത്തോട്ട് പോകാൻ പോലും പറ്റില്ല, ദൂരെ ഒന്നും കൊണ്ടേ കാണാൻ. ഇപ്പം അങ്ങനെയൊന്നുമല്ല, തടഞ്ഞു വെച്ചാൽ അപ്പം ഷൂട്ട് ചെയ്യും. ആഹാ, എന്നെ പിടിച്ചതാ തടഞ്ഞു വെച്ചേക്കാണ് ഇന്നാളെ ലൊക്കേഷൻ, അത് വൈറലാവും. മറ്റേത് അങ്ങനെ അല്ലല്ലോ, നമ്മൾ ദൂരെ വയ്ക്കണം. കാല് പിടിച്ചൊക്കെ കുറേ പോയി ഓട്ടോഗ്രാഫ് മേടിപ്പൊക്കെ. ഇപ്പം നീയ്ക്ക് ആക്ച്വലി നീയെ പക്രുചേട്ടൻ്റെ നായികയായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു ഹീറോയിൻ ഇപ്പം ഈ ഒരു 916 കുഞ്ഞൂട്ടനിലെ ഹോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹോൾ എക്സ്പീരിയൻസ് ഭയങ്കര, എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്രുചേട്ടൻ്റെ ഒപ്പം നായികയായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ തന്നെ.
പിന്നെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഒന്നിച്ചൊരു സോങ് ചെയ്യാൻ പറ്റി. അതിപ്പോൾ റിലീസായി, അതിൻ്റെ ലിറിക്കൽ വീഡിയോ കണ്ടിരുന്നു. അപ്പം അങ്ങനെ ഒരു സോങ് ചെയ്യാൻ പറ്റി. കുറേ സമയം പക്രുചേട്ടൻ്റെ കൂടെ തന്നെ കോമ്പിനേഷൻ വരുന്ന ഒരുപാട് സീനുകളും ഇതുപോലെ സോങ് ഒക്കെ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. സോങ് നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. ഇപ്പം ബാക്കി ജനങ്ങളുടെ കയ്യിലല്ലേ പ്രഷർ കണ്ടിട്ട് പറയും. ആക്ച്വലി ടോട്ടലി മൂവി നല്ല മൂവിയാണ്. ഓക്കെ ചേട്ടാ, ഇപ്പം ഈ മൂവിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. മറ്റ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ആക്ടേഴ്സ് ആരൊക്കെയാണ്? എൻ്റെ അച്ഛനായിട്ട് കോട്ടയം രമേശേട്ടനാണ്. പിന്നെ അമ്മയായിട്ട് ശോഭ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി സീരിയൽസിലും സിനിമയിലും ഒക്കെ ധാരാളമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരു നായിക കൂടി ഉണ്ട്, അത് ഡയാന ഹമീദ്. ഡയാനയുണ്ട്. പിന്നെ കൂട്ടുകാർ ഇപ്പം നോബി, അതുപോലെ ബിനോയ് നമ്പോല, അതുപോലെ തന്നെ സുനിൽ സുഗത, അതുപോലെ കുറേ ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം അത്രയും ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഇവരുടെ എല്ലാം കഥാപാത്രത്തിന് ഇപ്പോൾ ഒരു സീനിൽ വരുന്നവർക്ക് പോലും അത്യാവശ്യം നന്നായിട്ട് അവരെ രജിസ്റ്റർ ചെയ്യുന്ന തരത്തിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും. അപ്പം പിന്നിപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഒരാളെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയേണ്ടത്. ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന രാകേഷ് സുബ്രഹ്മണ്യം. അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോവുക. ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കട്ടെ? അയ്യോ ഇരുന്നാട്ടെ.